നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അനിയും നന്ദുവും തമ്മിലിപ്പോൾ പൊന്മുടിയിലേക്ക് പോയിരിക്കുകയാണല്ലോ. വീട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ കനകയും ഗോവിന്ദനും ഒന്ന് വിഷമിക്കണമെന്നേ നന്ദു ആലോചിച്ചോളൂ. കൂട്ടിന് അനിയുമുണ്ട്. രണ്ടുപേരും ഒരു റിസോർട്ടിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ 2 റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത്. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റിക്ക് ഇവരെ ഭയങ്കര സംശയം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശ് അറിയുന്നുണ്ട് ഇവർ അങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യമൊക്കെ. അതിനൊക്കെ ശേഷം നമ്മുടെ നവീൻ ചില കളികളൊക്കെ കളിക്കുകയാണ് കേട്ടോ. നന്ദുവും അനിയും തമ്മിൽ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ് എന്നറിയുമ്പം നവീന് പിന്നെ നന്ദുവിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നവീൻ പുറത്ത് അതൊന്നും ഭാവിക്കുന്നില്ല. നവീൻ ഇവരെ ഒന്ന് വട്ടം കറക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വട്ടം കറക്കി വിവാഹവേദി വരെ, വിവാഹ മണ്ഡപം വരെ എത്തിക്കുകയാണ്. അതിനുശേഷം നവീൻ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുകയാണ്. എല്ലാവരും അന്തം വിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നതൊക്കെ ഉണ്ട്. അതിനുശേഷം അനന്തപുരിയിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരും അനിയെ നന്ദുവിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നന്ദു ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ ആകെ മൊത്തം വെപ്രാളമാകുവാണ്. അപ്പം ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അനിയും എത്തിയിട്ടില്ല, അപ്പോൾ ഉറപ്പായിട്ടും അവർ 2 പേരും കൂടെ ആയിരിക്കും പോയിരിക്കുന്നതെന്ന് പറയാം. അപ്പം നയനയെ പറയൂ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, അത് ശരിയാവില്ലല്ലോ, ആകെ മൊത്തം പ്രശ്നമാകുമല്ലോ, അവർ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ആദർശം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ ഒരു അവിവേകം അവർ കാണിച്ചിരിക്കും. ഇപ്പം അവസാന നിമിഷം അനിയും അവന്തികയുമായിട്ടുള്ള വിവാഹവും നന്ദുവും നവീനുമായിട്ടുള്ള വിവാഹവും ഒക്കെ ഉറപ്പിച്ച കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരൊന്നാകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കാണും. അത് തന്നെയല്ല, നന്ദു വീട്ടിലാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യപ്പെട്ടു. വിവാഹകാര്യത്തെക്കുറിച്ച് കേട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ എങ്ങോട്ടെങ്കിലും അവർ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് അയ്യോ ആദർശേട്ടാ, എങ്ങനെയെങ്കിലും കണ്ടെത്തണം, നന്ദു എങ്ങോട്ടാണ് പോയെന്ന് രാത്രിയിൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരണം, ഇല്ലെങ്കിൽ പിന്നെ അത് അതിലും വലിയ പ്രശ്നമാവും, നന്ദുവിൻ്റെയും നവീനേട്ടൻ്റെയും വിവാഹം മുടങ്ങിപ്പോകാൻ വരെ അത് കാര്യമാവും എന്നൊക്കെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ശരിയാ, ഞാനൊന്ന് അന്വേഷിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ അന്വേഷിക്കുകയാണ്, നന്ദുവൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അന്വേഷിക്കുക. അങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് എവിടെയാണ് ദൂരോട്ട് പോകാനായിട്ട്, പൊന്മുടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ആദർശ് പറഞ്ഞ് അന്വേഷിക്കുക. അപ്പോൾ ആദർശിനോട് നയന പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദർശേട്ടാ അവിടെ നമുക്ക് അറിയാവുന്ന ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഇവർ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശിന് ഒരു കോള് വരുന്നത് കേട്ടോ. അത് ആ പൊന്മുടിയിലെ ആ റിസോർട്ടിലെ മാനേജറാണ് വിളിക്കുന്നത്. മാനേജർ വിളിച്ചിട്ട് ആദർശിനോട് പറയുന്നുണ്ട് ആദർശ് സാറേ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കസ്റ്റമറാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇവിടെയാണ് എപ്പോഴും വരുന്നത്. ഈ റിസോർട്ടിലാണ് അനന്തപുരിയിലുള്ളവർ സ്ഥിരമായി വരുന്നത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ അനിയനെ കണ്ട ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സാറിൻ്റെ അനുജൻ അനി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ റൂം എടുത്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ, അനി തന്നെയല്ലേ, നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഉണ്ട് സാറേ, വ്യക്തമായിട്ടും അറിയാം, അനിയെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഇപ്പം ഇത് സാറിനോട് വിളിച്ച് പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. വെറുതെ അനി ഒരു റൂം എടുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇത് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിലെന്തോ ഒരു പന്തികേടുള്ള പോലെ, എന്തോ ഒരു പ്രശ്നമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് അറിയിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിളിച്ചതെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുക എന്താ ഒരു പ്രശ്നം, നിങ്ങൾ എന്താന്ന് എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അനിസാറ് വന്നിരിക്കുന്നത് കൂടെ ഒരു പെൺകുട്ടി കൂടിയുണ്ട് എന്ന് പറയാണ്. പോയിക്കെട്ടൊക്കെ ചെയ്ത ഒരു പെൺകുട്ടിയാണ് കൂടെയുള്ളത്, അവർ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് റൂം എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ആദർശിനാകെപ്പാടെ ഒരു ചമ്മലും ഞെട്ടലും ഒക്കെ വരികയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ബോയ്ക്കട്ടൊക്കെ ചെയ്ത പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുക. അതെ, അങ്ങനെ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ സാറേ ഒരു കാര്യം പറയാം, അവർ റൂം എടുത്തെങ്കിലും 2 റൂമാണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഒറ്റ റൂം അല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശിന് കുറച്ചൊക്കെ ഒന്ന് ആശ്വാസമാവുകയാണ്, അവർ വേറൊരു ഉദ്ദേശമൊന്നും അല്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അനിയും നന്ദുവും തന്നെയാണ് എന്ന് ആദർശിന് ബോധ്യമാകുക. അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവരിപ്പോൾ എവിടെയാണ്, റൂമിലാണോ എന്ന് ചോദിക്കുമ്പം അല്ല, അവർ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. 2 റൂം എടുത്തു, പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ഇവിടെ വെച്ചൊക്കെ സംഭവിച്ചാൽ, ഇന്നത്തെ കാലമല്ലേ പലരും വീട് വിട്ടൊക്കെ ഇറങ്ങി പോരുന്നതാണല്ലോ, അങ്ങനെയൊക്കെ ഉള്ളപ്പം ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അനിസാറിനോട് ഞാൻ സംസാരിച്ചപ്പോഴും വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ 2 പേരും സംസാരിച്ചത്. അതുകൊണ്ട് ആദർശ് സാറിനെ വിവരം അറിയിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാം. അപ്പം അയാൾ ചോദിക്കുക അത് വുഡ് ബി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനിസാറിൻ്റെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് പറയാണ് വുഡ് ബി എന്നൊന്നും പറയാൻ പറ്റില്ല, അവർ ഫ്രണ്ട്സാണ് എന്ന് പറയണം.
അപ്പോൾ അയാൾ പറയാം ഞങ്ങൾ ചോദിച്ചപ്പോൾ വുഡ് ബി ആണെന്നാണ് ധൈര്യത്തോടു കൂടി പറഞ്ഞത്. പക്ഷേ വുഡ് ബി ആണെങ്കിലും ഒറ്റ റൂമൊന്നും അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്നോർത്ത് പറഞ്ഞാന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത് വളരെ ഉപകാരമായി, അവരെ കാണാതെ ഞങ്ങളിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ ഫ്രണ്ട്സാണ്, വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് വന്നതാണ് എന്ന് പറയാണ്. പക്വതയില്ലായ്മ കാണിക്കുന്നതാണെന്ന് പറയുക. എന്നിട്ട് അയാളോട് ആദർശ് പറയുന്നുണ്ട് അതെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. അങ്ങനെ അയാൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അനിയും നന്ദുവും അവിടെയുണ്ട്. അപ്പം നന്ദുവിനെ കാണുന്നില്ല എന്നുള്ള വിവരം വന്നതോടുകൂടി നമ്മുടെ നവീൻ ഇവരെ തന്നെ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് ആദർശിനോടൊക്കെ. അപ്പോൾ ആദർശ് പറയാണ് നന്ദു അവിടെ പൊന്മുടിയിൽ ഒരു റിസോർട്ടിൽ അവരുണ്ട് എന്ന് പറയാം. അപ്പം നവീൻ നേരെ അങ്ങോട്ട് തന്നെ വെച്ച് വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കുകയാണ്. നേരം വെളുക്കുമ്പം അനിയും നന്ദുവും കൂടി ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ഒരു വ്യൂ പോയിന്റിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം നവീൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം ഇവർ നേരത്തെ കാണുന്നുണ്ട്. കണ്ടു കഴിയുമ്പോൾ തന്നെ തീരുമാനിക്കുകയാണ് നമ്മൾ രണ്ടും കൂടെ നിൽക്കുന്നത് കാണണ്ട നവീൻ, ഏതായാലും മാറാം, ഇനിയിപ്പം നന്ദു അല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, അത് നന്ദു വീട്ടിൽ പിണങ്ങി ഇവിടെ വന്ന് നിന്നു എന്നുള്ളൊരു രീതി മതി എന്ന് പറയാം. അങ്ങനെ അനി അവിടുന്ന് ഒളിച്ചു മാറി നിൽക്കുക. അപ്പോഴേക്കും നവീൻ അവിടേട്ട് വരികയാണ്. നവീൻ വരുമ്പോൾ നന്ദു ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നവീൻ നന്ദുവിൻ്റെ അടുത്തേക്ക് വരിക. വന്നിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു നീ ഇവിടെയായിരുന്നു, നീ എന്ത് പണിയാണ് കാണിച്ചത്, വീട്ടിലെല്ലാവരും നിന്നെ അന്വേഷിക്കുകയാണ്, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ടാണോ പോരുന്നത്, വീട്ടുകാരോടൊന്നും പറയാതെ ഫോൺ ഓഫ് ചെയ്ത് ഇത് വെച്ച് ഇതെന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ ഒന്നും അല്ലെങ്കിൽ ഒരു SI അല്ലേ, ഇത്തിരി കൂടി പക്വതയൊക്കെ കാണിക്കണ്ടേന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട് അത് നവീനേട്ടാ എനിക്ക് അംഗീകരിക്കാൻ മേലാത്ത കാര്യം വീട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പം ഒരു ശല്യം കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനമൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ 2 ദിവസം മാറി നിന്നെന്ന് വെച്ചാൽ ആർക്കാ എന്താ പ്രശ്നം, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം. അപ്പം ഉടനെ തന്നെ നവീൻ പറയുന്നുണ്ട് അതൊക്കെ നേര് തന്നെയാണ് നീ പറഞ്ഞത്, നിനക്ക് അതിനുള്ള ധൈര്യവും തൻ്റെ ഇടവും എല്ലാം ഉണ്ട്, അതുകൊണ്ട് പക്ഷെ നിൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്ന ഓർക്കണ്ടേ, അവരെന്നെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണെ. അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ 2 ദിവസം ഞാൻ മാറി നിൽക്കാൻ വേണ്ടി തന്നെ വന്നതാണ് എന്നിങ്ങനെ ധൈര്യത്തോടു കൂടി പറയുമ്പം നവീൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എൻ്റെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പോകുന്നത്, അമ്മയും അച്ഛനും അതിന് നിർബന്ധിച്ചാണോ നിന്നെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുക അതൊന്നും അല്ല നവീലേട്ടാ, അതൊന്നും പ്രശ്നമല്ല, പക്ഷെ ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യം ഞാൻ വീട്ടുകാരോട് പറഞ്ഞതാണ്, പക്ഷെ അത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഇഷ്ടങ്ങൾ കൂടി പ്രാധാന്യം കൊടുക്കണ്ടേ, നവീനേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നവീൻ പറയാണ് അല്ല നിൻ്റെ മനസ്സിൽ അനിയല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല, അനി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, എല്ലാവരും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഞാൻ ഇറങ്ങിപ്പോരുന്നതും, അല്ലാതെ അനിയൊന്നും എൻ്റെ മനസ്സിലില്ല, ഞങ്ങൾ വിവാഹം കഴിക്കാനുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട് അല്ല നീ തനിച്ചാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷേ അനിയെയും അവിടെ അനന്തപുരിയിൽ അന്വേഷിക്കുന്നുണ്ട്, അവനും വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്, അവൻ എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്, പക്ഷെ നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് എന്താ നവീനേട്ടൻ പറഞ്ഞു വരുന്നത്, അനി എൻ്റെ കൂടെ ഈ റിസോർട്ടിലുണ്ടെന്നോ, ഒരിക്കലും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അനി എവിടെയാണ് പോയെന്ന് അവിടെ അന്വേഷിക്കണം, അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയും കൂടെ പോയതായിരിക്കും എന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട് അങ്ങനെ ആയാൽ കൊള്ളാം, ഇനിയിപ്പോൾ അങ്ങനെയല്ല, എല്ലാം മറച്ചു വെച്ച് എന്നെ പൊട്ടം കളിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ നന്ദു നിങ്ങൾ രണ്ടും കളിക്കും കുറച്ച് എന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. എന്നിട്ട് നവീൻ മനസ്സിൽ ആലോചിക്കുക എന്നെ വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്, ഇവർ രണ്ടും എവിടെയാണെന്ന് 2 പേർക്കും അറിയാം, 2 പേരും കൂടെ ഇവിടെ വന്ന് താമസിക്കുകയാണ്, 2 പേർക്കും ഇഷ്ടവുമാണ്, എന്നാലേ എന്നെ ഇത്രയും നാളും ദേ ഇവർ പൊട്ടം കളിപ്പിക്കുകയായിരുന്നു, എനിക്ക് എപ്പോൾ വേണേലും എന്നോട് ആ സത്യം പറയായിരുന്നു, അവനത് പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു, അതുകൊണ്ടേ ഇവർ 2 പേരും ഇങ്ങനെ പൊട്ടം കളിക്കട്ടെ, എന്തായാലും ഇവരുടെ ജീവിതത്തിലേക്കൊന്നും എത്തി നോക്കാൻ ഞാൻ പോകുന്നില്ല, പക്ഷേ കുറച്ചുകൂടി ഞാൻ ഇവരെ കളിപ്പിക്കും എന്നിങ്ങനെ നവീൻ മനസ്സിൽ വിചാരിക്കുകയാണേ. അങ്ങനെ നന്ദു അനിയും വീണ്ടും നവീൻ പോയി കഴിയുമ്പം ഒത്തുചേരുന്നുണ്ട്, അവരവിടെ ഉണ്ട്, വീട്ടിലേക്ക് തിരിച്ചൊന്നും പോയിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചൊക്കെ ചെല്ലുന്നുണ്ട്. തിരിച്ച് ചെന്ന് കഴിയുമ്പോഴേക്കും കനക നന്ദുവിൻ്റെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കുക, എന്നിട്ട് പറയാം ഇത്രയധികം ഞങ്ങൾ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തത് നിന്നെയാ, നീ എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ, നവ്യാണ് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, എന്നിട്ടിപ്പം അവളെക്കാളും അഹങ്കാരിയായിട്ട് മാറിയോ നന്ദുമോനെ, നീയും നവീനുമായിട്ടുള്ള വിവാഹത്തിന് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതും ആ അനിയുടെ കൂടെയല്ലേ നീ പോയത്, എന്തൊരു നാണക്കേടാ, കുടുംബത്തിൽ പിറന്നവരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ, 2 പേരും കൂടെ വിവാഹത്തിന് മുമ്പ് ഒന്നിച്ചു പോയി റിസോർട്ടിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നന്ദു പറയുന്നുണ്ട് അതമ്മേ, അമ്മ മനസ്സിലാക്കുന്ന രീതിയിലൊന്നും ഞങ്ങൾ താമസിച്ചിട്ടില്ല, ഞങ്ങൾ റിസോർട്ടിൽ ഒന്നിച്ച് പോയെന്നുള്ളത് സത്യം തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോകാനിരുന്നപ്പം അനി കൂടി വന്നു, ഞങ്ങൾക്ക് കുറച്ച് സമാധാനം വേണമായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ രണ്ടും പ്രായപൂർത്തിയായവരല്ലേ, ഞങ്ങൾക്ക് പോകുന്നതിന് എന്താ പ്രശ്നം,
അപ്പോഴേക്കും കനക എന്താടി ഒരു പ്രശ്നമില്ലേ, നീ എന്താ വിചാരിച്ചത്, നിനക്ക് തോന്നിയ എങ്ങനെ നടക്കാന്നോ, എന്തൊരു നാണക്കേടാ, നവീൻ്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ. നവീൻ ഇതെല്ലാം അറിഞ്ഞു, അവൻ്റെ നല്ല മനസ്സുകൊണ്ട് അവന് വേറൊരു രീതിയിലും അതിനെ ചിന്തിച്ചില്ല. നിങ്ങളെ ഫ്രണ്ട്സ് ആണെന്ന് മാത്രം അവൻ പറഞ്ഞോളൂ. പക്ഷേ അവൻ്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ഒരു വിധത്തിൽ അവർ ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അതുകൂടി മുടങ്ങിപ്പോവും. എന്തിനാടി ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്നത്? നിന്റെ ചേച്ചി നവ്യ ഉണ്ടാക്കിയ നാണക്കേടും മാനക്കേടും ഇതുവരെ തീർന്നിട്ടില്ല. അതിൻ്റെ ഫലം അവൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നും പോയില്ല, ഞങ്ങൾ റിസോർട്ടിൽ പോയെങ്കിൽ 2 റൂം എടുത്തു, 2 റൂമിൽ ഉറങ്ങി എണീറ്റു, കുറച്ച് സമയം ഒന്നിച്ചിരുന്ന് സംസാരിച്ചെന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നന്ദു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതുപോലെ അനി തിരിച്ച് അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും ജാനകിയും ആദർശും എല്ലാവരും കൂടിയാണ് വരുന്നത് കേട്ടോ. അനിയോട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്നാലും അനി നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുക. അപ്പം നയനയും പറയുന്നുണ്ട്, അനി നന്ദുവുമായിട്ട് റിസോർട്ടിലേക്ക് പോകേണ്ടിയിരുന്നില്ല, നിങ്ങൾ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? നന്ദുവിൻ്റെ വിവാഹം നവീനുമായിട്ട് ഏകദേശം ഉറപ്പിച്ച മട്ടക്കയല്ലേ? അങ്ങനെയുള്ളപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് രാത്രിയിൽ അവിടെ പോയി തങ്ങിയത് ശരിയായില്ല, ഇതൊക്കെ വളരെ മോശമാണെന്ന് പറയാം. ദേവയാനിയും പറയുന്നുണ്ട്, അനി നീ ചെയ്തത് മോശമായിപ്പോയി, നീ നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കലായിരുന്നു. എന്ത് വന്നാലും അവളുടെ ജീവിതത്തെ ബാധിക്കാമെന്ന് നീ മനസ്സിലാക്കണമായിരുന്നു. അവളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടാനും താല്പര്യമില്ല, നിന്റെ അമ്മയ്ക്കാണെങ്കിൽ അവളെ മരുമകളായിട്ട് കാണാനും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു കാര്യത്തിലേക്ക് നീ പോകുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല, മോശമായി പോയി എന്ന് പറയാം. അത് കേട്ടോണ്ട് ജാനകി അങ്ങോട്ട് വരിക. ജാനകി വന്നിട്ട് അനിയൻ്റെ അടുത്തേക്ക് വന്നേച്ച് അങ്ങ് ഉറഞ്ഞു തുള്ളുക. എന്താടേ കാണിച്ചത്? കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? നിന്റെ വിവാഹം അവന്തികയുമായി ഉറപ്പിക്കാൻ നേരം നിനക്കിപ്പോൾ താല്പര്യമില്ല, അവന്തിയെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അത് മുത്തച്ഛനുൾപ്പെടെ എല്ലാവരും സമ്മതിച്ചു തന്ന കാര്യമാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് നിന്റെ മനസ്സ് പക്വമായതിന് ശേഷം അവന്തികയും അനാമികയുമായിട്ടുള്ള വിവാഹത്തിൽ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം മതി നിങ്ങളുടെ വിവാഹം എന്ന് തീരുമാനിച്ചതാ. എന്നിട്ടിപ്പം നീ നന്ദുവുമായിട്ട് കറങ്ങാൻ പോയിരിക്കുന്നു. ആ മൊട്ടേച്ചെ ഇങ്ങോട്ട് എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരാമെന്നൊന്നും നീ ആലോചിക്കണ്ട. കനകയും ഗോവിന്ദനും നല്ല രീതിയിൽ പഠിപ്പിച്ച് വിട്ടിരിക്കുക മക്കളെ. അവസാനം ഇങ്ങോട്ട് കയറാൻ ഒരു മാർഗ്ഗം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളെ കൂടെ ഇവിടെ മരുമകളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കനക ഉപദേശിച്ച് വിട്ടതായിരിക്കും ഇവൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ. ഒരു രാത്രി പൊന്മുടി റിസോർട്ടിൽ പോയി താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വിവാഹം എങ്ങനെയെങ്കിലും അങ്ങ് നടന്നു പോയിക്കോളൂല്ലോ. അപ്പം ജലജയം വന്നിട്ട് പറയാം, ശരിയാ ജാനകിക്ക് ഇപ്പോഴെങ്കിലും ആ കാര്യത്തിലൊരു ബോധ്യം വന്നല്ലോ. അതിന് തന്നെ കനക പറഞ്ഞു വിട്ടതാ. സ്വത്തും പണവും മാത്രം മോഹിച്ച് നടക്കുന്നവളാ കനക. ഇനിയിപ്പം ആ നന്ദുവിനെ ഇവിടെ അനിയുടെ ഭാര്യയായിട്ട് വിട്ട അവരുടെ കാര്യം ഓക്കെ. 3 മക്കളും കോടീശ്വരന്മാരുടെ വീട്ടിലെ മരുമക്കളായി സുഖമായിട്ട് അങ്ങ് ജീവിച്ചോളും. അതിനുള്ള എളുപ്പ വഴിയാണ് ഇത്. നവീനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും അനിയുടെ തലയിൽ കെട്ടിവെക്കണം, അത് തന്നെ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. നയന ഇനി കൂടുതൽ ആരും സംസാരിക്കേണ്ട. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴും നിങ്ങളെല്ലാവരും കൂടി ഈ വിഷയം പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചു. അതിൻ്റെ പേരിൽ നവീനുമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാ അവർ. അങ്ങനെയുള്ളപ്പം നന്ദുവും അനിയും ഒരു തെറ്റ് കാണിച്ചെങ്കിൽ അതിന് എൻ്റെ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തരുത്. അവരൊരിക്കലും ഇപ്പോൾ ആഗ്രഹിക്കുന്നേ ഇല്ല അനന്തപുരിയിലെ മരുമകളായിട്ട് നന്ദുവിനെ വിടണമെന്ന്. അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് നേരത്തെ നടന്നേനെ. മുത്തച്ഛനും മുത്തശ്ശിയും അവിടെ വന്ന് വിവാഹം വരെ ആലോചിച്ചതാ. എന്നിട്ട് പോലും അത് നടക്കാതിരുന്നത് അവരുടെ ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് പറയുക. എന്നിട്ട് ദേഷ്യപ്പെട്ട് നയനെ അങ്ങോട്ട് റൂമിലേക്ക് പോവാം. എന്നിട്ട് കനകയെ വിളിച്ച് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിൻ്റെ വിവാഹം നവീനുമായിട്ട് തന്നെ നടത്തണമെന്ന് പറയുകയാണ്. അങ്ങനെ നവീനുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിക്കുകയാണ്. നവീൻ്റെ മനസ്സിലുണ്ട് ഇവർ തമ്മിൽ ഇഷ്ടമാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വട്ടം കറക്കിയിട്ട് വേണം വിവാഹം കഴിപ്പിക്കാൻ. അങ്ങനെ വിവാഹാലോചനയൊക്കെയായി നന്ദു ആകപ്പാടെ ട്രാപ്പിലായിരിക്കുകയാണ്. ഇങ്ങനെ അനിയുടെ കൂടെ പോവുകയും കൂടെ ചെയ്ത കാരണം മൊത്തത്തിൽ പ്രശ്നമായിരിക്കുക. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും പറയുന്നത് അനുസരിക്കാതിരിക്കാൻ നന്ദുവിന് പറ്റുന്നില്ല. അങ്ങനെ നവീൻ്റെ വീട്ടുകാരും ഉറപ്പിച്ചു വിവാഹം നടത്താം എന്ന്. നവീൻ ഇങ്ങനെ വിവാഹം കഴിക്കാതൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നന്ദുവുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. ആദർശും നയനയും ഒക്കെ ചെല്ലുന്നുണ്ട്. ചെന്ന് എല്ലാം ഉറപ്പിക്കുകയാണ്. ആദർശും നയനയും പറയുന്നുണ്ട് നല്ല ആലോചനയാണെന്ന്. പക്ഷേ നന്ദുവിന് അതിനൊന്നും താല്പര്യമില്ല. നന്ദു റൂമിൽ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. നയനെ ചെന്ന് കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. നവീൻ നല്ല പയ്യനാണെന്നും അങ്ങനെ നല്ലൊരു നിങ്ങൾ തമ്മിൽ പ്രൊഫഷണലി നല്ല ചേർച്ചയാണെന്നും അതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും നന്ദു പറയുന്നുണ്ട്, നയനേച്ചി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് നവീനെന്നെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊന്നും ഒരു ഭർത്താവായിട്ട് നവീനെന്നെ ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി എന്തിനാ ഇങ്ങനെ ഇതിനെ നിർബന്ധിക്കുന്നത്? ഞാൻ കുറച്ച് നാളുകൂടി ഇങ്ങനെ അങ്ങ് ജീവിച്ചോട്ടെ എന്നൊക്കെ നന്ദു പറയുമ്പം നയന പറയുന്നുണ്ട്, പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങൾ കാണിച്ച ഒരു അവിവേകം ഉണ്ടല്ലോ, അത് നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നന്ദു ആലോചിച്ചിട്ടുണ്ടോ? പുറത്തെല്ലാവരും അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുക? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുക. ഇനി നന്ദു ഇതിന് എതിർപ്പ് പറയണ്ട, നമ്മുടെ അച്ഛനെ അമ്മയെ ആലോചിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ നന്ദുവും മൗന സമ്മതം മൂളുകയാണ്.
അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചു എന്നറിയുമ്പോൾ തന്നെ അനിക്കാകെ പാടെ വെപ്രാളാകുക. അനി ആകെ വെപ്രാളപ്പെട്ട് നവീൻ്റെ അടുത്ത് ചെല്ലുക. നവീനെ കണ്ടിട്ട് പറയുന്നുണ്ട്, നവീനോട് പറയുന്നുണ്ട്, നവീനെ നിനക്ക് ഞങ്ങളുടെ കാര്യമൊക്കെ അറിയാമല്ലോ, ഞാനും നന്ദു ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാം. നന്ദു നിന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഇതിനു വേണ്ടി ഈ ഒരു കടുത്ത മത്സരത്തോടു കൂടി നടക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ നവീനെ, അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കണത് നിൻ്റെ ആവശ്യമല്ലേ? നീ ഒന്ന് മൂളിയാൽ മതി, നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റോളാം. വീട്ടുകാരുടെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചോളാം. ഇനിയും ഇതിനൊരു തടസ്സമായിട്ട് വരരുതെന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, ഓഹോ നിനക്കിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാറായല്ലേ? ഇതിനു മുമ്പ് നന്ദുവിനെ ഇഷ്ടപ്പെട്ട കാലത്ത് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് നന്ദുവിനെ ഇഷ്ടം, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണെന്ന്? അവളോട് ചെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിന്നെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിരുന്നു. ഒരല്പം മനസാക്ഷി നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഒന്നെങ്കിൽ എന്നോട് ആ സത്യം ആ നിമിഷം പറഞ്ഞേനെ. നിന്റെ മനസ്സിൽ നന്ദു ആണെന്നുള്ളതെന്നും അവളെ വിവാഹം കഴിക്കാനാണ് നീ കാത്തിരിക്കുന്നതെന്നും മിണ്ടിയില്ലല്ലോ. അതുപോലെ നന്ദുവിനോട് ചെന്ന് കാര്യങ്ങൾ പറയണമായിരുന്നു. നവീനേട്ടന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കാൻ നവീനേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. നീ ഒട്ടും പറഞ്ഞില്ല. നീ ഒന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് എന്നെ പൊട്ടം കളിപ്പിച്ചു. എൻ്റെ വിചാരം നീ നന്ദുവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞെന്നും നന്ദുവിന് എന്നോടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എന്നോടുള്ള താല്പര്യമാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം പൊട്ടനായി. നീ ആണെങ്കിൽ നിന്റെ മനസ്സിൽ മുഴുവൻ കുശുമ്പും അസൂയയും കൊണ്ടു നടന്നു. നന്ദുവിനോടും പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല. എന്നെ വീണ്ടും നിങ്ങളെല്ലാവരും കൂടെ മണ്ടനാക്കി. എൻ്റെ വിവാഹം വീട്ടിൽ നടത്താൻ താല്പര്യമില്ലാതെ ഇരുന്നിട്ട് കൂടി ഒരു പോലീസുകാരിയാണ് എൻ്റെ വധുവാകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കാതിരുന്നിട്ട് കൂടി പറഞ്ഞ് ഞാൻ അവസാനം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു, വിവാഹാലോചന നടത്തി. എന്നിട്ടും ഇനിയും ഞാനതിൽ നിന്ന് പിന്മാറണമെന്നോ? എൻ്റെ വീട്ടുകാരെ മുഴുവൻ വീണ്ടും മണ്ടന്മാരാക്കണമെന്നോ? ഒരിക്കലുമില്ല, ഞാനതിൽ നിന്ന് പിന്മാറില്ല. ഇത് വിവാഹം വരെ എത്തുവാനീ എന്ന് പറയാണ്. അങ്ങനെ വിവാഹം എല്ലാം ഉറപ്പിച്ച് അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുക. നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ അതുപോലൊരു പ്രഷറാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ എൻ്റെ അച്ഛനും അമ്മയും കാണില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആകെ മൊത്തം പ്രശ്നമായ അനി, നിൻ്റെ വീട്ടിലാണെങ്കിലും അതിന് സമ്മതമില്ല. ഇനിയിപ്പം നമ്മൾ അല്ലെങ്കിൽ ഒളിച്ചോടി വിവാഹം കഴിക്കണം. നമ്മൾ ഇത്രയും പക്വതയും പാകതയുള്ള ഒരു എസ്ഐയായി ഞാൻ എങ്ങോട്ട് ഒളിച്ചോടാൻ അനി എന്നൊക്കെ ചോദിക്കുക. അനി പറയുന്നുണ്ട്, എന്തായാലും നാളെ നിൻ്റെ വിവാഹമല്ലേ, അപ്പോൾ അത് കാണാനുള്ളൊരു കരുത്തൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വരില്ല വിവാഹത്തിനെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതെന്താ നീ വരണം, അനന്തപുരി എന്നുള്ള എല്ലാവരും വരുന്നുണ്ട്, നീയും വരണം, ആ ചടങ്ങ് നീ കാണണം. കാരണം എൻ്റെ മനസ്സ് പറിക്കുന്ന വേദനയാണ് ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. നീ എത്തണം അനി എന്ന് പറയുമ്പോൾ അനി പറയുക, നീ എന്താ നന്ദു പറയുന്നത്? എനിക്കത് കണ്ടു നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല, ഞാൻ വരില്ല എന്നൊക്കെ പറയാം. അങ്ങനെ അനന്തപുരിയിൽ നിന്നൊക്കെ എല്ലാവരും തന്നെ വരുന്നുണ്ട്. ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ആദർശും നയനിയും നവ്യയും അഭിയും ഒക്കെ വിവാഹത്തിനെത്തുകയാണ്. അങ്ങനെ വിവാഹ മണ്ഡപം എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. കനകയും ഗോവിന്ദനും എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നന്ദുവിൻ്റെ നവീൻ്റെ വിവാഹം ഇപ്പം നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ നന്ദു ആണെങ്കിലും വിവാഹ വേഷത്തിലൊക്കെ ഒരുക്കി നയനിയും നവ്യയും കൂടി കൊണ്ടുവരുന്നുണ്ട്. നന്ദുവിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. മുഖമൊന്നും ഒരു തെളിച്ചോ ഇല്ല കേട്ടോ. പക്ഷേ എന്തോ നിർബന്ധിച്ച് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് വിവാഹ മണ്ഡപത്തിൽ ഇരുത്തുകയാണ്. ഇനിയിപ്പോൾ വരൻ്റെ വീട്ടുകാർ കൂടി വന്നാൽ വിവാഹം ഉറപ്പിക്കുക, വിവാഹം നടത്താം. അപ്പോൾ ആദർശം എല്ലാവരും ഉണ്ട്, എല്ലാവരും ടെൻഷൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. അതേസമയം നമ്മുടെ നവീൻ വീട്ടിൽ പറയാണ്, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയുക. അപ്പം നവീൻ്റെ അമ്മയും മുത്തശ്ശനും ചോദിക്കും, എന്താണ് പറഞ്ഞത്? നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ വിവാഹം നടക്കാൻ പോയത്, എന്നിട്ടിപ്പം നീ പിന്മാറാൻ പോകുന്നു, അതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ അത് ഞാൻ പിന്മാറുകയാണ്. നന്ദുവിനും അനിയും എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം. അവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത്. അവരുടെ ഇടയ്ക്ക് ഞാനൊരു കരടായിട്ട് കയറില്ല. അപ്പം നീ ഇത്രയും നാൾ ഇതറിഞ്ഞിട്ടും മനസ്സിൽ വെച്ചിരിക്കാമെന്നൊന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ അവരെ എന്നെ ഒന്ന് വട്ടുകളിപ്പിച്ചു, ഞാൻ കുറച്ച് നന്ദുവിനെ ഒന്ന് ആഗ്രഹിച്ചു, അതിന് അവർക്കൊരു പണി കൊടുക്കണ്ടേ, അത്രയും ടെൻഷൻ അവരും അനുഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എടാ ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ വിറു പൊട്ടന്മാരാക്കിയോന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല നന്ദുവിനെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലും അമ്മ അവളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുവോ? ഒരു പോലീസുകാരി അമ്മയ്ക്ക് മരുമകളായിട്ട് വേണ്ടെന്നല്ലേ പറയുന്നത്? അതൊക്കെ അങ്ങനെ ആകട്ടെ എന്ന് പറയാം. എന്നിട്ട് നവീൻ അവിടുന്ന് വിവാഹ വേഷത്തിൽ തന്നെ ഇറങ്ങിപ്പോയി അനിയെ കാണുക. അനിയോട് പറയുന്നുണ്ട്, വണ്ടിയെ കയറാൻ പറയുക. അലി പറയുന്നുണ്ട്, എന്തിന്? നിൻ്റെ വിവാഹത്തിന് ഞാൻ എത്തില്ല എന്ന് പറയാം. നീ കയറടാന്ന് പറഞ്ഞ് അനിയെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോവുക. അങ്ങനെ വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും റെഡിയായി വരാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നവീൻ എത്തുകയാണ്. നവീനെ സ്വീകരിക്കാനൊക്കെ ആൾക്കാർ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകാൻ പോകുമ്പം അനിയെ ഒപ്പം കൂട്ടുക. അനിയെ ഒപ്പം കൂട്ടി വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും നിൽക്കുമ്പോഴേക്കും അവിടെ നവീൻ കയറിയിരിക്കേണ്ടടുത്തേക്ക് അനിയെ പിടിച്ച് കയറ്റുക. എല്ലാവരും അന്തിച്ച് പോവുക, നന്ദു ഉൾപ്പെടെ അന്തിച്ച് പോവുകയാണ്. എന്താ ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് അവരൊക്കെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും താലി എടുത്ത് നവീൻ അനിയുടെ കയ്യിൽ കൊടുക്കുക. കൊടുത്തിട്ട് പറയുക, നന്ദുവിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടാൻ പറയാണ്.
അപ്പോൾ അനി അന്തം വിട്ട് നിൽക്കും. ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എങ്ങനെ താലി കെട്ടാനാ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ നവീൻ വീണ്ടും പറയാം, നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അനി നീ നന്ദുവിൻ്റെ കഴുത്തിൽ ഈ നിമിഷം താലി കെട്ടണമെന്ന് പറയാം. അനി ഒന്നും നോക്കുന്നില്ല, താലി കിട്ടുകയാണ്. കാരണം അത്രയധികം പ്രഷറിൽ നിൽക്കുകയാണ്, നന്ദുവിനെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അനി നിൽക്കുകയാണ്. അപ്പം നവീൻ ഇത് പറയുമ്പോൾ അനി അത് ചെയ്യുക. എല്ലാവരും അന്തം വിട്ട് പോവുക. ദേവയാനി, നയന, ആദർശ്, കനക, ഗോവിന്ദൻ എല്ലാവരും എന്താ ഇതെന്ന് കനക ചോദിക്കുക. ഇതെന്തായി സംഭവിക്കുന്നത് നവീനെ, എന്താ നവീൻ മോനെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, ഇവരാണ് ഒന്നിക്കേണ്ടത്. നിങ്ങൾ ഇനി ഒരു വാശിയും പിടിച്ചിട്ട് കാര്യമില്ല. കുടുംബത്തിലുള്ളവരുടെ മാത്രം സന്തോഷം നോക്കിയിട്ട് കാര്യമില്ല. ഇവരുടെ സന്തോഷത്തിനൂടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഇവരുടെ രണ്ടിൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുണ്ട്. അതാണ് പൂവണിയേണ്ടത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കരടായിട്ട് വരികയല്ലെന്ന് പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നവീനെ നിന്നോട് ഞാൻ പല പ്രാവശ്യം കാല് പിടിച്ച് ചോദിച്ചിട്ട് നീ എന്താ സമ്മതിക്കാതിരുന്നതെന്ന് പറയാം. നിങ്ങൾ രണ്ടുപേരും എന്നെ കുറേ ഇട്ട് കറക്കിയതല്ലേ, ഞാൻ ആ അനുഭവിച്ച ടെൻഷൻ്റെ ഓരോ അംശമെങ്കിലും നിങ്ങളും അനുഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടേ സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറയാണ് കേട്ടോ. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇവരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുമോ? അവിടെ ചെന്ന് കഴിയുമ്പോൾ ജാനകി സ്വീകരിക്കുമോ? ആകെ മൊത്തം എല്ലാവരും ടെൻഷൻ അടിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ അനന്തപുരിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ ഒരു സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡുകൾ ഇനിയും വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്